Dear students, in this session we shall discuss about the importance of supply. The term supply is very important under GST because GST is supply based. GST ഒരു സപ്ലൈ ബേസ്ഡ് ടാക്സേഷൻ സിസ്റ്റമാണ്. അതുകൊണ്ട് GST നമ്മൾ പഠിക്കുമ്പോൾ സപ്ലൈയെ കുറിച്ച് വളരെ വ്യക്തമായ അറിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ടാക്സബിൾ ഇവന്റ് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇത് സെക്കൻഡ് മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയാണ് പഠിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ട് വരും. സെക്കൻഡ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ സപ്ലൈയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സപ്ലൈയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, ഈ ലെസൺസ് ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ കൈവശം ഒരു ടെക്സ്റ്റ് ബുക്കും കൂടി ഉണ്ടായിരിക്കണം. ഈ ക്ലാസ്സസ് these classes are mainly meant for BCom students. MGA യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ BCom സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ഈ ക്ലാസ് എല്ലാം തന്നെ MGA യൂണിവേഴ്സിറ്റിയിലെ BCom സ്റ്റുഡൻസിൻ്റെ GST പേപ്പറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. GST പേപ്പർ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വേണം. ഏതെങ്കിലും ഒരു ഓതറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിഷറിൻ്റെ. ഇപ്പോൾ നമുക്കൊരു 8-10 ഓതേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും അവർ എഴുതുന്നത് GSTയുടെ ബെയർ ആക്റ്റും റൂളും പ്രൊസീജിയറും എല്ലാം നോക്കിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ ടെക്സ്റ്റിലെയും എക്സ്പ്ലനേഷൻസ് മോറുള്ള സെയിം ആണ്. നമുക്ക് പിന്നീട് ഓർമ്മയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റും കൂടെ ഉള്ളത് എപ്പോഴും നന്നായിരിക്കും. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ GST ബെയർ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ് ആണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് എന്തൊക്കെയാണ് സപ്ലൈ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ദി എക്സ്പ്രഷൻ സപ്ലൈ ഇൻക്ലൂഡ്സ്. അപ്പോൾ സപ്ലൈയുടെ എക്സ്പ്രഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതിൽ all forms of supply of goods or services or both, such as sale, transfer, barter, exchange. അപ്പോൾ എന്താ? all forms of supply of goods or services. പല ഫോംസ് ഉണ്ട്. എല്ലാ ഫോംസും ഇതിൽ ഉൾപ്പെടുത്തും. ഇൻക്ലൂഡിങ് എക്സ്ചേഞ്ച്, ലൈസൻസ്, റെന്റൽ, ലീസ് ഓർ ഡിസ്പോസൽ, മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ്. രണ്ടുമുണ്ട്. മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് for a consideration by a person in the course of or furtherance of business. അപ്പം ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. കൺസിഡറേഷന് വേണ്ടി, ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ്. 2-3 കാര്യങ്ങൾ വളരെ എനി ഫോം എന്താ പറഞ്ഞിരിക്കുന്നത്? എനി ഫോം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് മെയ്ഡ് ഫോർ കൺസിഡറേഷൻ in the course or in furtherance of business. 2-3 പോയിന്റ് ഉണ്ട്. എനി ഫോം ഓഫ് ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. രണ്ടാമതെന്താ? ഫോർ കൺസിഡറേഷൻ. എന്തിനെങ്കിലും പകരമായിട്ടായിരിക്കണം. കൺസിഡറേഷൻ ക്യാൻ ബി മണി ഓർ കൈൻഡ്. പണമാകണമെന്നില്ല. രണ്ടാമതെന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ദിസ് ട്രാൻസാക്ഷൻ ഓർ ദിസ് സപ്ലൈ ഹാസ് ടു ബി മെയ്ഡ് ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ്. എന്താ? യൂഷ്വൽ ബിസിനസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ നടത്തിയിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കണം, സപ്ലൈ ആയിരിക്കണം. ദെൻ ബി ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഫോർ എ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഇൻ ദി കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. അപ്പോൾ സപ്ലൈക്കകത്ത് എന്താ? ഇമ്പോർട്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇമ്പോർട്ട് ഓഫ് സർവീസസിന്റെ ഇമ്പോർട്ട് ഫോർ എ കൺസിഡറേഷൻ. ഇവിടെ എല്ലാം എന്താ? ഫോർ എ കൺസിഡറേഷൻ. അപ്പോൾ കൺസിഡറേഷന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ GSTയിൽ സപ്ലൈ ഡിസൈഡ് ചെയ്യുമ്പോൾ ഫോർ എ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഇൻ ദി കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. അപ്പം എന്താ? ബിസിനസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസിന്റെ ഭാഗമായിട്ടോ ആവുകയോ ആകാതിരിക്കുകയോ ചെയ്യാം. ബിസിനസിന്റെ ഭാഗമായിട്ടാകണമെന്നില്ല. ഇമ്പോർട്ട് ഓഫ് സർവീസ് വന്നു കഴിഞ്ഞാൽ അതും സപ്ലൈയിൽ ഉൾപ്പെടുത്തപ്പെടുന്നുണ്ട്. Then C,
ദി ആക്ടിവിറ്റി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1 ഓഫ് ദി GST ആക്ടിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് അവിടും ക്ലിയർ ആയിട്ടുള്ള മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് വിതൗട്ട് എ കൺസിഡറേഷൻ. ഈ ഷെഡ്യൂൾ 1ൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് മെയ്ഡ് ഓർ ഡീംഡ് ടു ബി മെയ്ഡ് വിതൗട്ട് കൺസിഡറേഷൻ ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് വിതൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ലാതെ നടത്തുന്ന കുറേ ആക്ടിവിറ്റീസും എന്താണ് സപ്ലൈയുടെ ആ ഒരു പർവ്യൂവിൽ ആ ടേംസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം എക്സ്പ്രഷൻ്റെ അകത്ത് സപ്ലൈ എന്ന ടേമിൻ്റെ എക്സ്പ്രഷൻ്റെ അകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് ഇമ്പോർട്ട് ഓഫ് സർവീസസ്. അതായത് ഷെഡ്യൂൾ 1ലാണ് പറഞ്ഞിരിക്കുന്നത് വിതൗട്ട് കൺസിഡറേഷൻ, ഇമ്പോർട്ട് ഓഫ് സർവീസസ് വിതൗട്ട് കൺസിഡറേഷൻ. ദെൻ ഡി, ദി ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസസ് ആസ് റെഫേർഡ് ടു ഇൻ ഷെഡ്യൂൾ 2. അപ്പം ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ എന്താ ഡീംഡ് ആസ് സപ്ലൈ, സപ്ലൈ ആയിട്ട് കണക്കാക്കപ്പെടാവുന്ന ആക്ടിവിറ്റീസ് GST ആക്ടിന്റെ ഷെഡ്യൂൾ 2ൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസ് എന്താണ് സപ്ലൈ ആയിട്ട് കണക്കാക്കപ്പെടാം. അങ്ങനെ ഷെഡ്യൂൾ 2ൽ പറഞ്ഞിരിക്കുന്ന സപ്ലൈ ആയിട്ട് കണക്കാക്കപ്പെടാവുന്ന ആക്ടിവിറ്റീസും നമ്മൾ എക്സ്പ്രഷൻ സപ്ലൈയുടെ എക്സ്പ്രഷൻ്റെ അകത്ത് വരുമ്പോൾ സപ്ലൈയുടെ മീനിങ്ങിൽ വരുമ്പോൾ അതും ഉൾപ്പെടുത്തുന്നുണ്ട്. ദെൻ ഈ ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ സ്പെസിഫിക് ഇൻ ഷെഡ്യൂൾ 3. ഇപ്പോൾ ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 ആൻഡ് ഷെഡ്യൂൾ 3 ഇതും എന്താണ് എക്സ്പ്രഷൻ ഓഫ് സപ്ലൈ ഇൻക്ലൂഡ്സ് ആണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഷെഡ്യൂൾ 1ൽ പറയുന്ന കാര്യങ്ങളുണ്ട്, ദെൻ ഷെഡ്യൂൾ 2ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ഷെഡ്യൂൾ 3ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഷെഡ്യൂൾ 3ൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ച് എന്താണ് സ്പെസിഫിക് എക്സ്ക്ലൂഷൻസ് ആണ്. എന്തൊക്കെയാണ് എക്സ്ക്ലൂഷൻ ആയിട്ട് വരുന്നത്, സപ്ലൈയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ MLAസിൻ്റെയും MPസിൻ്റെയും ഒക്കെ സർവീസുകൾ അത് സപ്ലൈയുടെ ടൈമിൽ വരികയല്ല. ഇനി അതല്ല എങ്കിൽ എന്താ ഒരു എംപ്ലോയിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ദി വെൽഫെയർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ എംപ്ലോയർ ഫോർ ദി എംപ്ലോയീസ്, ഇതൊക്കെ എന്താണ് ഇത് ഷെഡ്യൂൾ 3ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്രധാനമായിട്ട് ദി എക്സ്പ്രഷൻ ഓഫ് സപ്ലൈ ഇൻക്ലൂഡ്സ്, ഈ 5 കാര്യങ്ങൾ സപ്ലൈയുടെ എക്സ്പ്രഷൻ്റെ അകത്ത് ഉൾപ്പെടുത്താം, മീനിങ്ങിൽ ഉൾപ്പെടുത്താം. നൗ ലെറ്റ്സ് എക്സാമിൻ ദി സ്കോപ്പ് ഓഫ് സപ്ലൈ. നമ്മൾ ഈ സപ്ലൈയുടെ സ്കോപ്പ് വളരെ വിപുലമാണ്. കാരണം എന്താ GST എല്ലായ്പ്പോഴും ബേസ്ഡ് ഓൺ സപ്ലൈ ആണ്. അപ്പം ദി ടാക്സബിൾ ഇവന്റ് അണ്ടർ GST ഈ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത്. ടാക്സബിൾ ഇവന്റ് GST പ്രകാരം എന്താ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. മെയ്ഡ് ഫോർ കൺസിഡറേഷൻ അതും പറയുന്നുണ്ട്, മെയ്ഡ് ഫോർ കൺസിഡറേഷൻ ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ്, ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഇപ്പം എന്താ GST പ്രധാനമായിട്ടും സപ്ലൈ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു ട്രാൻസാക്ഷൻ സപ്ലൈ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ മേൽ GST ചുമത്താൻ സാധിക്കുകയുള്ളൂ. GST പ്രകാരം എന്താ നമ്മളൊരു ട്രാൻസാക്ഷൻ സപ്ലൈ ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് വേർതിരിച്ചറിയണം, എങ്കിൽ മാത്രമേ അതൊരു ടാക്സബിൾ ഇവന്റ് ആകുന്നുള്ളൂ. ഇപ്പോൾ GST ആക്ടിൽ സെക്ഷൻ 7ൽ വളരെ വ്യക്തമായിട്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ സപ്ലൈ ആയിട്ട് കണക്കാക്കാം, എന്തൊക്കെ കാര്യങ്ങൾ എന്താ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഗുഡ്സും സർവീസസും അല്ലെങ്കിൽ ഇത് രണ്ടും GST പ്രകാരം എന്താണ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ സപ്ലൈ ആണെങ്കിൽ അതിന് GST ആപ്ലിക്കബിൾ ആയിട്ട് വരും. വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് GST ആക്ടിൽ. ദെൻ വേരിയസ് ടാക്സബിൾ ഇവന്റ്സ്, പല ടാക്സബിൾ ഇവന്റ്സ് ഉണ്ട്. GST നിലവിൽ വരുന്നതിന് മുമ്പ് ടാക്സബിൾ ഇവന്റ്സ് പലതായിരുന്നു. വേരിയസ് ടാക്സബിൾ ഇവന്റ്സ് ലൈക്ക് മാനുഫാക്ചർ, GSTക്ക് മുമ്പ് മാനുഫാക്ചർ ടാക്സബിൾ ഇവന്റ് ആയിരുന്നു, സെയിൽ ടാക്സബിൾ ഇവന്റ് ആയിരുന്നു, റെൻഡറിങ് ഓഫ് സർവീസ് എന്തെങ്കിലും സർവീസ് റെൻഡർ ചെയ്ത് അത് ടാക്സബിൾ ഇവന്റ് ആയി മാറി. പർച്ചേസ് ടാക്സ് ഉണ്ടായിരുന്നു, പർച്ചേസ് ടാക്സബിൾ ഇവന്റ് ആയിരുന്നു. എൻട്രി ഇൻ ടു ടെറിട്ടറി ഓഫ് എ സ്റ്റേറ്റ്, മറ്റൊരു സംസ്ഥാനത്തിന്റെ ടെറിട്ടറിയിലേക്ക് കടക്കുമ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ ടാക്സ് കൊടുക്കണമായിരുന്നു. ഇങ്ങനെ എന്താ ഒരു മൾട്ടി സ്റ്റേറ്റ് ടാക്സേഷൻ ആയിരുന്നു GSTക്ക് മുമ്പുണ്ടായിരുന്നു. അപ്പം
ഈ മൾട്ടി സ്റ്റേജിൽ അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരുന്ന ടാക്സിനെ എന്തായിട്ട് മാറി? കൺഫൈൻഡ് ടു എ സിംഗിൾ ട്രാൻസാക്ഷൻ, സിംഗിൾ ഇവന്റ് ആയിട്ട് മാറി. അതെന്താണ്? സപ്ലൈ. അപ്പൊ സപ്ലൈ ബേസ്ഡ് ആണ്. Then have been reinstated into just one event. ഇതിനു മുമ്പുണ്ടായിരുന്ന പല ഇവന്റുകളെയും ഒരൊറ്റ ഇവന്റിലേക്ക് ചുരുക്കി. ആ ഒരൊറ്റ ഇവന്റ് എന്താണ്? ദാറ്റ് ഈസ് സപ്ലൈ. GST നിലവിൽ വന്നതോടുകൂടി സപ്ലൈയുടെ മേൽ മാത്രമേ ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നുള്ളൂ. GSTക്ക് മുമ്പ് മാനുഫാക്ചറിന്റെ മേലുണ്ടായിരുന്നു, അതിനു മുമ്പ് എന്താ, എക്സ്ചേഞ്ചിന്റെ മേലുണ്ടായിരുന്നു, സെയിലിന്റെ മേൽ വരുമായിരുന്നു, പർച്ചേസിന്റെ മേൽ ടാക്സ് ഉണ്ടായിരുന്നു. ഇനി എൻട്രി ഇൻടു എ സ്റ്റേറ്റ്സ് ടെറിട്ടറി, അത് കഴിഞ്ഞ് മുനിസിപ്പൽ ഏരിയയിലേക്ക് ഗുഡ്സ് കൊണ്ടുപോകണമെങ്കിൽ അതും ടാക്സബിൾ ഇവന്റ് ആയിരുന്നു. ഇതും മുഴുവൻ ഒരൊറ്റ ഇവന്റിലേക്ക് ചുരുക്കി. അതാണ് സപ്ലൈ. ഇനി നമുക്കൊരു ട്രാൻസാക്ഷൻ സപ്ലൈ ആണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയുന്നതിന് നമുക്കൊരു 6 പാരാമീറ്റേഴ്സ് GST ആക്ട് പ്രകാരം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. 6 ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ സപ്ലൈ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാം. ഇതിൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഒരു ട്രാൻസാക്ഷൻ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസോ അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് എങ്കിൽ അതെന്തായിട്ട് വരും? സപ്ലൈ ആയിട്ട് വരും. രണ്ടാമത്, സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. ഇപ്പൊ കൺസിഡറേഷന് വേണ്ടി വേണം ഈ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് രണ്ടും നടപ്പിലാക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്? മെയ്ഡ് ഫോർ കൺസിഡറേഷൻ. Then the third criteria or third parameter, supply should be made in the course or in furtherance of business. The supply should be made in the course or in furtherance of business. ബിസിനസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ബിസിനസിന്റെ ഫർദറൻസിന്റെ ഭാഗമായിട്ടോ എക്സ്പാൻഷന്റെ ഭാഗമായിട്ടോ ചെയ്യണം. അപ്പം പ്രധാനപ്പെട്ട ആദ്യത്തെ 3 പാരാമീറ്റേഴ്സ് ആണ്. ആദ്യത്തെ ക്രൈറ്റീരിയ എന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. രണ്ടാമത്, മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. മൂന്നാമത്, മെയ്ഡ് ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഈ 3 കാര്യങ്ങൾ വന്നാലേ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് സപ്ലൈ ആയി മാറുന്നുള്ളൂ. ഇനി നാലാമത്തെ പാരാമീറ്റർ, സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. GST പ്രകാരം നമുക്കൊരു സപ്ലൈ ആയിട്ട് കണക്കാക്കി അതിന് ടാക്സ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം സപ്ലൈ നടത്തുന്നത്. The supply of goods or services or both should be made by a taxable person. Taxable person എന്താ? A taxable person is a registered person. A person who is registered under section 25 of the GST Act and from whom tax can be levied. ടാക്സ് കൊടുക്കാൻ നിയമപരമായ GST ആക്ട് പ്രകാരം ബാധ്യതയുള്ള ഒരു വ്യക്തിയായിരിക്കണം സപ്ലൈ നടത്തിയിരിക്കുന്നത്. Then again, supply should be a taxable supply. അപ്പോൾ സപ്ലൈ ഒരു ടാക്സബിൾ സപ്ലൈ ആയിരിക്കണം. സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ആൻഡ് അഗെയിൻ ദി സപ്ലൈ ഷുഡ് ബി ടാക്സബിൾ. ഒരു ടാക്സബിൾ പേഴ്സൺ ആണെന്നുകൊണ്ട് അയാൾ നടത്തുന്ന എല്ലാ സപ്ലൈയും അത് സപ്ലൈ ആയിട്ട് കണക്കാക്കി ടാക്സ് ചാർജ് ചെയ്യണമെന്നില്ല. ടാക്സബിൾ പേഴ്സൺ നടത്തുന്ന ഒരു ടാക്സബിൾ സപ്ലൈ ആയിരിക്കും. അഗെയിൻ സപ്ലൈ ഷുഡ് ബി മെയ്ഡ് വിതിൻ ദി ടാക്സബിൾ ടെറിട്ടറി. അതിന് പ്രാധാന്യമുണ്ട്. ഒരു ടാക്സബിൾ പേഴ്സൺ ടാക്സബിൾ സപ്ലൈ നടത്തുന്ന എവിടെയായിരിക്കണം? ടാക്സബിൾ ടെറിട്ടറിക്കുള്ളിലായിരിക്കണം. ഒരു ടാക്സബിൾ പേഴ്സൺ ടാക്സബിൾ സപ്ലൈ നടത്തുന്നത് ടാക്സബിൾ ടെറിട്ടറിക്ക് വെളിയിലാണ് എങ്കിൽ അതൊരു സപ്ലൈ ആയിട്ട് കണക്കാക്കി അതിൻ്റെ മേൽ GST ചാർജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്ന 6 ക്രൈറ്റീരിയ ലെറ്റ് എക്സാമിൻ ദി 6 ക്രൈറ്റീരിയാസ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ ഈ 6 ക്രൈറ്റീരിയയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യ ക്രൈറ്റീരിയ എന്താ പറഞ്ഞത്? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ആദ്യത്തെ ക്രൈറ്റീരിയ പ്രകാരം സപ്ലൈ മീൻസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ദെൻ ഇത് GSTയിൽ വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഗുഡ്സ് ആസ് വെൽ ആസ് സർവീസസ് ഹാവ് ബീൻ ഡിഫൈൻഡ് ഇൻ GST law
then money and securities are excluded from the definition of goods. നമ്മളത് ഗുഡ്സിന്റെ അകത്ത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് പറയുമ്പോൾ ഗുഡ്സിന്റെ ഡെഫിനിഷന്റെ ഉള്ളിൽ മണിയും അതുപോലെ തന്നെ എന്താ സർവീസസും ഉൾപ്പെടുത്തിയിട്ടില്ല. സപ്ലൈ ഓഫ് മണി, പണവും സർവീസസും ഉൾപ്പെടുത്തിയില്ല. പക്ഷെ എന്താ, പണവുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസ് അത് സപ്ലൈ ഉൾപ്പെടുത്തപ്പെടുന്നതാണ്, സർവീസിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ദെൻ ഹൗ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദ യൂസ് ഓഫ് മണി, പണത്തിന്റെ ഉപയോഗം, ഓർ കൺവേർഷൻ ബൈ ക്യാഷ് ഓർ ബൈ എനി അതർ മോഡ്. നമ്മളെന്താ, പണത്തിന്റെ കൺവേർഷൻ അല്ലെങ്കിൽ എനി അതർ മോഡ്, അതിന്റെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഉപയോഗമോ സർവീസിന്റെ കാറ്റഗറിയിൽ വരും. ദെൻ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഡീംഡ് സപ്ലൈ, ഇപ്പൊ നമ്മളെന്താ, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ അകത്ത് പണം ഉൾപ്പെടുന്നില്ല, മണിയും അതുപോലെ തന്നെ സെക്യൂരിറ്റീസും ഈ ഡെഫിനിഷൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ യൂസ് ഓഫ് മണിയും അതുപോലെ തന്നെ പണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, മറ്റ് ആക്ടിവിറ്റീസും സപ്ലൈയുടെ പരിധിയിൽ വരുന്നുണ്ട്. രണ്ടാമത് ഡീംഡ് സപ്ലൈ, ഇതെന്താ ഷെഡ്യൂൾ 2-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഡീംഡ് സപ്ലൈ. ഇപ്പൊ ചില സപ്ലൈ എന്താണ്, സപ്ലൈ ആയിട്ട് കണക്കാക്കപ്പെടും, ഡീംഡ് സപ്ലൈ. ഇവിടെ നമ്മളെന്താ, ചില ആക്ടിവിറ്റീസ് ഡീംഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. ഇത് GST ആക്ടിന്റെ 2nd ഷെഡ്യൂളിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഷെഡ്യൂൾ 2 to the GST Act 2017 list a few activities which are to be treated as supply of goods or supply of services. അപ്പം ഷെഡ്യൂൾ 2-ൽ ചില ആക്ടിവിറ്റിയെ which should be deemed as supply of സർവീസോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സോ ആയിട്ട് കണക്കാക്കപ്പെടേണ്ട ചില പ്രത്യേക ആക്ടിവിറ്റി ഷെഡ്യൂൾ 2-ൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 7 സബ്സെക്ഷൻ 1D അത് CGST Act provides clarity on determining the type of supply as goods or supply of goods or supply of services. CGST Act സെക്ഷൻ 7 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ Dയിൽ വളരെ ക്ലിയർ ആയ ക്ലാരിറ്റിയോടുകൂടി ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ദി ലിസ്റ്റ് ഓഫ് ദി പ്രിസ്ക്രൈബ് ഡീംഡ് സപ്ലൈസ് ആർ ആസ് അണ്ടർ. അപ്പം ഷെഡ്യൂൾ 2-ൽ കൊടുത്തിരിക്കുന്ന ഡീംഡ് സപ്ലൈയുടെ ലിസ്റ്റ് ക്ലിയർ ആയിട്ട് ഷെഡ്യൂൾ 2-ലുണ്ട്. നമ്മൾ ആ ഷെഡ്യൂൾ 2-ൽ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഒന്ന് നമുക്ക് എക്സാമിൻ ചെയ്ത് നോക്കാം. ട്രാൻസാക്ഷൻസ് ഡീംഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ്, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കുന്നത്. സപ്ലൈയിൽ മീൻ ചെയ്യുന്ന എന്താ, സപ്ലൈ ഇൻക്ലൂഡ്സ് സപ്ലൈ ഓഫ് ഗുഡ്സ്, സപ്ലൈ ഓഫ് സർവീസസ് ഓർ ബോത്ത്, രണ്ടും ഉണ്ട്. സപ്ലൈ ഓഫ് ഗുഡ്സും സപ്ലൈ ഓഫ് സർവീസും സപ്ലൈയുടെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഡീംഡ് ആ സപ്ലൈ ഓഫ് ഗുഡ്സ് ഷെഡ്യൂൾ 2 പ്രകാരം എന്തൊക്കെ ട്രാൻസാക്ഷൻ ആണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിൽ ആദ്യത്തെ എന്താ, എനി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ് ഇൻ എ സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ അകത്ത് എന്താ, ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കും. അവിടെ എന്താ, ആ വസ്തു തന്നെ അല്ലെങ്കിൽ ആ സാധനം തന്നെ സപ്ലൈ ചെയ്തതായിട്ട് കണക്കാക്കും. ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്താൽ മതി. ദെൻ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് ദി ഓണർഷിപ്പ് റൈറ്റ്. ഒരു പ്രോപ്പർട്ടിയുടെ മേൽ അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ മേൽ ഉള്ള ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് ആ സാധനം തന്നെ ആ ഗുഡ്സിന്റെ സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്, ഡീംഡ് ആസ് സപ്ലൈ. ഇവിടെ ചിലപ്പോൾ എന്താ, കൈവശാവകാശം അല്ലെങ്കിൽ കൈവശത്തിലിരിക്കുന്നത് സപ്ലൈയുടെ കയ്യിലായിരിക്കും, പക്ഷെ ഈ വസ്തുവിന്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. രണ്ടാമത്, എനി ട്രാൻസ്ഫർ ഓഫ് ദി ടൈറ്റിൽ ഓഫ് ഗുഡ്സ് അണ്ടർ ആൻ എഗ്രിമെന്റ് which stipulates that the property and the goods will pass at a future date upon payment or full consideration as agreed like hire purchase. ഇനി ഹയർ പർച്ചേസ് പോലെയുള്ള കാര്യങ്ങളിൽ എന്താണ്, ഫുൾ പേയ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടും എന്നുള്ളൊരു എഗ്രിമെന്റ്. ഇവിടെ ഉടമസ്ഥാവകാശം എന്താ, ഫുൾ പേയ്മെന്റ് കിട്ടുമ്പോൾ. ഹയർ ആൻഡ് പർച്ചേസ്, നമ്മൾ ആദ്യം ഹയർ ചെയ്യുന്നു, ആ വസ്തു ഉപയോഗിക്കുന്നു, ഇതിന്റെ ഫുൾ പേയ്മെന്റ്
ഹയർ വെണ്ടർക്ക് കൊടുത്തു കഴിയുമ്പോൾ അയാൾ അതിന്റെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അതും എന്തായിട്ടാണ് കണക്കാക്കുന്നത്? അതൊരു ഡീംഡ് സപ്ലൈ ആണ്. ഡീംഡ് സപ്ലൈയുടെ കാറ്റഗറിയിലാണ് വരുന്നത് ഹയർ പർച്ചേസ്. അതിന്റെ ഒരു നല്ല ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഹയർ പർച്ചേസിന് എന്താണ്? അതിന്റെ ഫുൾ പേയ്മെന്റ് തീരുന്നത് വരെ ഇതിന്റെ ഓണർഷിപ്പ് ഹയർ വെണ്ടറിന്റെ കയ്യിലായിരിക്കും. ഫുൾ പേയ്മെന്റ് കഴിഞ്ഞാൽ ഇതിന്റെ ടൈറ്റിലും കൂടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇതും എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഇതും സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ മൂന്നാമത് പെർമനന്റ് ട്രാൻസ്ഫർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്സ് വിത്ത് ഓർ വിതൗട്ട് കൺസിഡറേഷൻ. പെർമനന്റ് ട്രാൻസ്ഫർ രണ്ടും ഉണ്ട്. പെർമനന്റ് ട്രാൻസ്ഫർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്സ് വിത്ത് ഓർ വിതൗട്ട് കൺസിഡറേഷൻ. ഇവിടെ എന്താ? വിത്ത് ഓർ വിതൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷനോട് കൂടിയോ അല്ലാതെയോ പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ബിസിനസ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയോ ഡിസ്പോസൽ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കാറ്റഗറിയിൽ വരും. ഇവിടെ പെർമനന്റിന് പ്രാധാന്യമുണ്ട്. പെർമനന്റ് ട്രാൻസ്ഫർ, പെർമനന്റ് ഡിസ്പോസൽ. ഇത് ടെമ്പററി ആയിട്ടുള്ള സ്ഥിരമായിട്ട് ബിസിനസ് അസറ്റ് അത് കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റിയും എന്തായിട്ട് ഡീംഡ് ആസ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. ദെൻ നെക്സ്റ്റ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ എനി അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ഓർ ബോഡി പേഴ്സൺ ടു എ മെമ്പർ ദെയർ ഓഫ്. ഇനി ഒരു അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ബോഡി ഓഫ് പേഴ്സൺസോ വസ്തുക്കൾ അല്ലെങ്കിൽ ആ അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ്റെയോ ബോഡിയുടെയോ വസ്തുക്കൾ ഒരു മെമ്പറിന് ട്രാൻസ്ഫർ ചെയ്ത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റിയും സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 4 തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് എന്താ? ട്രാൻസാക്ഷൻസ് ഡീംഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഈ 4 തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് അവിടെ എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഇത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് GST ആക്ട് പ്രകാരം കണക്കാക്കപ്പെടും. ഷെഡ്യൂൾ 2-ൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണിത്. ദെൻ രണ്ടാമത്തേത് ട്രാൻസാക്ഷൻസ് ഡീംഡ് ആസ് സപ്ലൈ ഓഫ് സർവീസസ്. ഷെഡ്യൂൾ 2-ൽ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഡീംഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ്, എഗെയിൻ ട്രാൻസാക്ഷൻസ് ഡീംഡ് ആസ് സപ്ലൈ ഓഫ് സർവീസസ്, രണ്ടും പറയുന്നുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വന്നിരിക്കുന്നതാണ് ട്രാൻസാക്ഷൻസ് ഡീംഡ് ആസ് സപ്ലൈ ഓഫ് സർവീസസ്. ഒന്ന്, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഓർ അൺഡിവൈഡഡ് ഷെയർ ഇൻ ദി ഗുഡ്സ് വിതൗട്ട് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യാതെ ഇതിന്റെ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഓർ അൺഡിവൈഡഡ് ഷെയർ. ഇതിന്റെ വസ്തുവിന്റെ അവകാശം ഇവിടെ ഉടമസ്ഥാവകാശമല്ല, ഇത് കൈവശം വയ്ക്കാനുള്ള അവകാശം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് കണക്കാക്കും? അതൊരു ട്രാൻസ്ഫർ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കും. ഒരു സർവീസ് അവിടെ ടൈറ്റിൽ ഉടമസ്ഥാവകാശം അത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ? ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാനുള്ള റൈറ്റ് മാത്രമേ ഇവിടെ ട്രാൻസ്ഫർ ആകുന്നുള്ളൂ. അവിടെ എന്താ? ട്രാൻസ്ഫർ ഓഫ് സർവീസ് ആണ്. ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് അല്ല, ട്രാൻസ്ഫർ ഓഫ് ജസ്റ്റ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് സർവീസ്. സെക്കൻഡ്ലി, എനി ലീസ്. ലീസ് ഉണ്ട്, അതുപോലെ തന്നെ ടെനൻസി, എഗെയിൻ ഈസ്മെന്റ്, ലൈസൻസ് ടു ഓക്യുപ്പൈ ലാൻഡ്. ഇതെല്ലാം ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലീസും ടെനൻസിയും ഉണ്ട്. എന്താ? ടെനന്റ്. ഈ ടെനൻസിയും ടെനന്റും ഒക്കെ എന്താ? റെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ലീസ് എന്താ? ലീസ് ഈസ് എ ലോങ് ടൈം എഗ്രിമെന്റ്. ഇപ്പം 1 വർഷമോ അതിൽ കൂടുതലോ കാലാവധിയിലേക്ക് ലാൻഡോ അല്ലെങ്കിൽ ലാൻഡിലെ പ്രോപ്പർട്ടിയോ ഉപയോഗിക്കാനുള്ള ഒരു അവകാശം അതെന്തായിട്ട് മാറും? ലീസ് എഗ്രിമെന്റ് ആണ്. ഒരു എഗ്രിമെന്റ് പ്രകാരം. റെന്റ് ആണെങ്കിൽ 1 മാസമോ 2 മാസമോ ഷോർട്ട് പീരീഡ് ആണ്. റെന്റ് ഈസ് യൂഷ്വലി പെയ്ഡ് ഓൺ മന്ത്ലി ബേസിസ്. അപ്പം ടെനൻസി അല്ലെങ്കിൽ ടെനൻസ് എന്താണ്? അവർ മന്ത്ലി ബേസിസിലാണ് പേയ്മെന്റ് നടത്തുന്നത്. ലീസ് വിൽ ബി എന്താ? ലോങ് ടൈം ആകാം, 99 ഇയേഴ്സ്. നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ എന്താ? തമിഴ്നാടിൽ ലാൻഡ് കൊടുത്തത് 99 വർഷത്തേക്കാണെന്നാണ് കേരളക്കാർ പറയുന്നത്. പക്ഷെ തമിഴ്നാടിന്റെ കയ്യിലിരിക്കുന്ന ലീസ് എഗ്രിമെന്റ് പ്രകാരം എന്താ? ഇത് 999 വർഷത്തേക്കാണ്. ഇതൊരു ലോങ് ടൈം എഗ്രിമെന്റ് ആണ്. അപ്പം ദീർഘകാലത്തേക്ക് ലാൻഡ് ഉപയോഗിക്കാനുള്ള അവകാശം 1 വർഷത്തിൽ കൂടുതലുള്ള കാലാവധി വേണം. ഇനി ചുരുങ്ങിയ കാലത്തേക്കാണെങ്കിൽ എന്താണത്? റെന്റ് മാറുന്നു, ടെനന്റ് ആയിട്ട് മാറുന്നു. ദെൻ മൂന്നാമതെന്താ? ഈസ്മെന്റ്. ഈസ്മെന്റ് ഇതൊരു അവകാശമാണ്. അപ്പൊ മറ്റൊരാളുടെ വസ്തു, ഇതെല്ലാം എന്താ? ലാൻഡാണ് ഇത് ഉദ്ദേശിക്കുന്നത്. മറ്റൊരാളുടെ ലാൻഡ്
ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലാൻഡിലൂടെ ക്രോസ് ചെയ്യാനോ നടക്കാനോ ഉള്ള അവകാശം. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തു വാങ്ങുന്നു, അപ്പം ഈ വസ്തുവിലേക്ക് നേരിട്ട് വഴിയില്ല, ഈ വസ്തുവിലേക്കുള്ള വഴി മറ്റൊരാളുടെ വസ്തുവിൽ കൂടിയാണ് എങ്കിൽ ആ വഴിയുടെ സ്ഥലം നിങ്ങൾക്ക് വഴിയായിട്ട് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ റൈറ്റിന് എന്താ പറയുന്നത്? ഈ റൈറ്റാണ് ഈസ്മെന്റ്. അപ്പം മറ്റൊരാളുടെ വസ്തു താൽക്കാലികമായിട്ടോ പെർമനന്റ് ആയിട്ടോ യൂസ് ചെയ്യാനോ ക്രോസ് ചെയ്യാനോ, ക്രോസ് ഓർ യൂസ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്, ഈ പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അയൽക്കാരൻ്റെ വസ്തുവിലൂടെയാണ് നിങ്ങളുടെ വസ്തുവിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ ആ വഴിയിലൂടെ നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വഴിയിലൂടെ എന്താ വെഹിക്കിൾസ് കൊണ്ടുപോകാനുള്ള റൈറ്റ് കാണും. പക്ഷെ ആ വഴിയിൽ എന്തെങ്കിലും പണി ചെയ്യാനോ ഗേറ്റ് വയ്ക്കാനോ മോഡിഫിക്കേഷൻ നടത്താനുള്ള അവകാശം നിങ്ങൾക്കില്ല. കാരണം ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം നിങ്ങൾക്കില്ല. ഇങ്ങനെ ഒരു പ്രത്യേക അവകാശം നമ്മൾ ഈസ്മെന്റ്. ദെൻ ലൈസൻസ് ടു ഓക്യുപ്പൈ ലാൻഡ്, ലാൻഡ് ഓക്യുപ്പൈ ചെയ്യാനുള്ള ലൈസൻസ്. ഇതെന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഇതൊരു സർവീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, സപ്ലൈ ഓഫ് സർവീസ്. ഇവിടെ ഉടമസ്ഥാവകാശമില്ല, സർവീസ് ആയിട്ട് കണക്കാക്കുന്നു. ദെൻ അഗെയിൻ എനി ലീസ് ഓർ ലെറ്റിംഗ് ഔട്ട് ഓഫ് ദി ബിൽഡിംഗ്, ബിൽഡിംഗ് ലീസിന് എടുക്കുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യുന്നത് ഫോർ ബിസിനസ് ഓർ കൊമേഴ്സ് ഐദർ ഹോളി ഓർ പാർഷ്യലി, ഭാഗികമായിട്ടോ ഫുള്ളായിട്ടോ ഒരു ബിൽഡിങ് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ ലീസിന് എടുക്കുകയോ അല്ലെങ്കിൽ റെന്റിന് എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കും. ദെൻ അടുത്തത് എനി ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ് അപ്ലൈഡ് ഓൺ അനദർ പേഴ്സൺസ് ഗുഡ്സ് ലൈക്ക് ജോബ് വർക്ക്. എല്ലാ ജോബ് വർക്കുകളും സപ്ലൈ ഓഫ് സർവീസ് ആണ്. ജോബ് വർക്ക്സിന് എന്താ? അതിനും ഈ പറയുന്നത് പോലെ ഒരു ജോബ് വർക്ക്സിനും ക്ലിയർ ആയിട്ടൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ജോബ് വർക്കിനും എന്താണ്? ഇതും നമ്മൾ സപ്ലൈ എന്താ ഡീംഡ് സപ്ലൈയുടെ. ദെൻ എനി ബിസിനസ് അസറ്റ്സ് പുട്ട് ഫോർ പ്രൈവറ്റ് യൂസ് വെദർ ഓർ നോട്ട് ഫോർ കൺസിഡറേഷൻ. ബിസിനസ് അസറ്റ് പ്രൈവറ്റ് യൂസിന് വേണ്ടി ഉപയോഗിക്കുക, കൺസിഡറേഷന് വേണ്ടിയോ അല്ലാതെയോ ആവാം. ബിസിനസ് അസറ്റ് പ്രൈവറ്റ് യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നു വിത്ത് ഓർ വിതൗട്ട് കൺസിഡറേഷൻ. ഇതെന്തായിട്ട് കണക്കാക്കും? ഈ ഒരു ട്രാൻസാക്ഷനും ഡീംഡ് ആസ് സപ്ലൈ, ഷെഡ്യൂൾ 2 പ്രകാരം ഡീംഡ് ആസ് സപ്ലൈ ആണ്. ദെൻ റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുന്നു, സപ്ലൈ ഓഫ് സർവീസിൽ പെടുത്തും. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് എ കോംപ്ലക്സ് ബിൽഡിംഗ് സിവിൽ സ്ട്രക്ചർ ഓർ പാർട്ട് thereof, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. അവിടെ എന്താ? സപ്ലൈ ഓഫ് സർവീസ് ആണ്. കൺസ്ട്രക്ഷന് ലേബർ സപ്ലൈ ചെയ്യുന്നു, ഇവിടെ സപ്ലൈ ഓഫ് സർവീസിന്റെ വരുന്നത്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഡീംഡ് ആസ് സപ്ലൈ. ദെൻ ടെമ്പററി ട്രാൻസ്ഫർ ഓർ പെർമിറ്റിംഗ് ദി യൂസ് ഓർ എൻജോയ്മെന്റ് ഓഫ് എനി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് താൽക്കാലികമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയോ ചെയ്യാനുള്ള അവകാശം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതും സർവീസിന്റെ സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഇവിടെ ടെമ്പററി യൂസ്, ഇവിടെ ടെമ്പററി എന്നുള്ള ടൈമിന് പ്രാധാന്യമുണ്ട്, താൽക്കാലികമായിട്ട്. ദെൻ ഡെവലപ്മെന്റ്, ഡിസൈൻ, പ്രോഗ്രാമിംഗ്, കസ്റ്റമൈസേഷൻ, അഡാപ്റ്റേഷൻ, അപ്ഗ്രഡേഷൻ, എൻഹാൻസ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ. ഇതെല്ലാം എന്താ? ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകളാണ്. ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ എൻഹാൻസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്ഗ്രഡേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം ഡീംഡ് ആസ് സപ്ലൈ ഓഫ് സർവീസ്. കസ്റ്റമൈസേഷൻ, ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ എന്താണ് ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന്റെ ആവശ്യത്തിന് അനുസരിച്ചതിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മാറ്റിക്കൊടുക്കുക, അതാണ് കസ്റ്റമൈസേഷൻ. ഒരു കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ച് ഒരു സർവീസ് നമ്മൾ മോഡിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമൈസേഷനായി മാറും. ഇപ്പൊ കസ്റ്റമൈസേഷൻ എന്നതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡീംഡ് ആസ് സപ്ലൈ, ഷെഡ്യൂൾ 2 പറഞ്ഞിട്ടുണ്ട് ഡീംഡ് ആസ് സപ്ലൈ. Then again, agreeing to the obligation to refrain from an act, agreeing obligation to refrain from an act, ഒരു ആക്ടിൽ നിന്ന് മാറി നിൽക്കാമെന്നുള്ള ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ എന്താ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാൻ ഒരു എഗ്രിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ടാണ് കണക്കാക്കുന്നത്? അതും ഡീംഡ് ആസ് സപ്ലൈ ആണ്. ദെൻ വർക്ക്സ് കോൺട്രാക്ട്സ്, അവസാനത്തെ ഒരു ക്ലാസ് കാറ്റഗറി വർക്ക്സ് കോൺട്രാക്ട്. എല്ലാ വർക്ക്സ് കോൺട്രാക്റ്റുകളും നമ്മൾ ഡീംഡ് ആസ് സപ്ലൈ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താ ഡീംഡ് ആസ് സപ്ലൈ. അതെന്താ ഡീംഡ് ആസ് സപ്ലൈ ഓഫ് സർവീസ്, രണ്ടാമത് ഡീംഡ് ആസ് ഫസ്റ്റ് ഡീംഡ് ആസ് സപ്ലൈ ഗുഡ്സ്, രണ്ടാമത് ഡീംഡ് ആസ് സപ്ലൈ ഓഫ് സർവീസ്. So with this we can close today's discussion. Thank you.